ഓക്സിജൻ എങ്ങനെ ഈ അന്തരീക്ഷ വായുവിൽ നിന്ന് വേർതിരിച്ചെടുക്കും, ഓക്സിജൻ എങ്ങനെ ഉണ്ടാക്കുന്നത്, ഇത്രയും തണുപ്പ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഓക്സിജൻ നൈട്രജൻ എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അപ്പൊ ഞാൻ ആദ്യം സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ എയർ കണ്ടീഷനിൽ നമ്മുടെ വീട്ടിലെ AC, ഫ്രിഡ്ജ് ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഇതിലൊക്കെ കൂളിംഗ് എങ്ങനെ ഉണ്ടാകുന്നത് പറഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഓക്സിജൻ നൈട്രജൻ ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാവും. ഞാനിപ്പോൾ എയർ കണ്ടീഷനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഫ്രിഡ്ജും എല്ലാം വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇതിൽ രണ്ട് ഇതാ വരുന്നത്, ഒരെണ്ണം ഔട്ട്ഡോർ യൂണിറ്റും ഒരെണ്ണം ഇൻഡോർ യൂണിറ്റും. ഇതിന്റെ മെയിൻ പാർട്സ് വന്നിട്ട് മെയിൻ ആയിട്ട് ഒരു കംപ്രസർ വരുന്നുണ്ട്. ഇതിനകത്ത് ഫ്രീയോൺ ഗ്യാസ് എന്ന് പറഞ്ഞ ഗ്യാസ് ആണ് നിറയ്ക്കാറ്. സാധാ എയർ അല്ല, ഫ്രീയോൺ ഗ്യാസ് ആണ് നമ്മുടെ AC-ക്കകത്ത് നിറയ്ക്കുന്നത്. അപ്പൊ ഇതൊരു കംപ്രസറാണ്. കംപ്രസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറ്റൊക്കെ അടിക്കുന്നത്, സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തെ പ്രഷർ ആക്കുക, പിസ്റ്റൺ വെച്ചിട്ട് പ്രഷർ ആക്കുക, അതാണ് കംപ്രസർ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ കംപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ വാതകങ്ങളും കംപ്രസ് ചെയ്യുമ്പോൾ ചൂടാവും. നമ്മൾ ലോ പ്രഷറിൽ നിന്ന് ഹൈ പ്രഷറിലേക്ക് ആക്കുമ്പോൾ ഏത് ഗ്യാസ് ആയാലും ചൂടാവും. അതുപോലെ തന്നെ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ആക്കുമ്പോൾ തണുക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഓക്സിജൻ പ്ലാന്റിലും നടക്കുന്നത് ബേസിക് ആയിട്ട്. ആദ്യം ഇതിനകത്തുള്ള ഗ്യാസ് കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറിലേക്ക് ആക്കും. ഹൈ പ്രഷറിലേക്ക് ആക്കി ഈ ഹൈ പ്രഷർ ചൂടാവില്ല, ഈ ഹൈ കംപ്രസ് ചെയ്യുമ്പോൾ ചൂടാവും. 150 ഡിഗ്രിയോളൊക്കെ വരും ചൂട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഔട്ട്ഡോർ യൂണിറ്റിൽ ഒരു ഫാന്. ഈ ഫാന് നമ്മുടെ എന്താ പറയാ അന്തരീക്ഷവായു ഇത് കോയിൽ പോലെയാണ്. ഈ കോയിലിനകത്ത് കൂടെ അടിച്ചു കയറ്റുമ്പോൾ ഈ കോയിലിനകത്തുള്ള ഗ്യാസ് തണുക്കും. ഈ ഗ്യാസ് തണുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തണുക്കത്തില്ല. നമ്മുടെ അന്തരീക്ഷ വായുവിൽ എത്ര തണുപ്പുണ്ടോ, ഒരു 30-35, ഇപ്പോഴാണ് 40 ഡിഗ്രി വരെ തണുക്കും. 40 ഡിഗ്രി വരെ തണുത്തിട്ട് പിന്നെ അത് നമ്മൾ ഇതിനോടത്തുകൂടെ പോകുമ്പോൾ 150 നിന്ന് 40 ഡിഗ്രി വരെ തണുക്കും. എന്നിട്ട് ഇത് നേരെ നമ്മുടെ ഇൻഡോർ യൂണിറ്റിൽ പോയിട്ട് ഇവിടെ നമുക്ക് എക്സ്പാൻഷൻ വാൽവ് എന്ന് പറഞ്ഞ ഒരു വാൽവ് ഉണ്ട്. അത് പറഞ്ഞാൽ ഇതുവരെ നമുക്ക് ഹൈ പ്രഷർ ആയിരിക്കും. അത് പറഞ്ഞാൽ 40 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം 20 ബാർ പ്രഷർ. ഓക്കെ, ഈ 20 ബാർ പ്രഷറിനെ ഇവിടുന്ന് എക്സ്പാൻഡ് ചെയ്യും. അത് പറഞ്ഞാൽ തുറന്നു വിടും. നമ്മളിപ്പോ ഒരു ബലൂണൊക്കെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ബലൂണിന്റെ പുറത്തേക്ക് വരുന്ന എയർ കണ്ടിട്ടില്ല, തണുത്തിട്ടായിരിക്കും. അതുപോലെ എക്സ്പാൻഡ് ചെയ്യും. ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ആക്കുമ്പോൾ എല്ലാ വാതകങ്ങളും തണുക്കും. അപ്പൊ ഇവിടെ ഈ എക്സ്പാൻഷൻ വാൽവ് എക്സ്പാൻഡ് ചെയ്യും. അതുകൊണ്ട് ഈ 20 kg പ്രഷറിനെ ഏകദേശം ഒരു 1 kg പ്രഷർ ആണ്. അത്രയും പ്രഷർ കുറയ്ക്കും. ഈ പ്രഷർ കുറയ്ക്കുമ്പോൾ ഇവിടെ ഏകദേശം 40 ഡിഗ്രി ആയിരിക്കും. പക്ഷെ ഇവിടെ വരുന്നത് ഏകദേശം -1, -2 ഇല്ലെങ്കിൽ 0 താഴെയൊക്കെ പോകും. മനസ്സിലാകുന്നുണ്ട്? ഈ തണുത്ത ഗ്യാസ് ഇൻഡോർ യൂണിറ്റിനകത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങും. അതിന്റെ പുറകിൽ ഒരു ഫാൻ വെച്ചാൽ അടിക്കുമ്പോൾ ഇവിടെ നമുക്ക് തണുപ്പ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെയും ഇതേ ഗ്യാസ് തിരിച്ചു വന്ന് അങ്ങനെ വന്ന് കംപ്രസറിൽ വരും. പിന്നെ ഇത് കംപ്രസ് ചെയ്യും, പിന്നെ ഇത് ചൂടാവും. ഇതേ തന്നെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് നടന്നുകൊണ്ടേയിരിക്കും. ഇത്ര എളുപ്പമാണ്. ഇത്രേ ഉള്ളൂ നമ്മുടെ എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രിഡ്ജും ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഇതേ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. അപ്പൊ ഇതിന്റെ ഒരു ഇത് തന്നെയാണ് നമ്മുടെ ഓക്സിജൻ പ്ലാന്റിൽ വരുന്നത്. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ ഓക്സിജൻ പ്ലാന്റിന്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.